Please read and understand the scriptures for yourself with an open mind and not following man-made interpretations. സമീപഭാവിയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ചില കാര്യങ്ങൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ എത്തിക്കുമല്ലോ. സാത്താന്റെ ചെറിയ കാലത്തിന്റെ അവസാനത്തോളം നാം എത്തിയിരിക്കുന്നു. ഉടനെ തന്നെ ഭൂമിയിലെ എല്ലാ ജനങ്ങളും ഒന്നുചേർന്ന് വിശുദ്ധന്മാരുടെ പാളയത്തിനെതിരെ യുദ്ധത്തിനായി പോകും. ഭൂമിയുടെ നാലുകോണുകളിലുമുള്ള ജനതകളെ വഴിതെറ്റിക്കാൻ അവന് പുറത്തുവരും. ഗോഗ് മാഗോഗ് എന്നിവയെ യുദ്ധത്തിനായി അവന് ഒന്നിച്ചുകൂട്ടും. അവരുടെ സംഖ്യ കടൽപ്പുറത്തെ മണൽത്തരികളോളമായിരിക്കും. അവര് ഭൂതലത്തില് കയറിവന്ന വിശുദ്ധരുടെ പാളയവും പ്രിയപ്പെട്ട പട്ടണവും വളഞ്ഞു. എന്നാല് സ്വർഗത്തില് നിന്ന് അഗ്നി ഇറങ്ങി അവരെ വിഴുങ്ങി. ഭൂമിയുടെ നടുവിൽ നിന്ന് റഷ്യ, ജപ്പാൻ, കാലിഫോർണിയ, കാനഡ എന്നീ രാജ്യങ്ങളുടെ അതിർത്തികളിലേക്ക് വ്യാപിച്ചു കിടക്കുന്ന മതിലുകളില്ലാത്ത യഥാർത്ഥ ഇസ്രായേലിനെ പറ്റിയുള്ള പഴയ ഭൂപട വിവരങ്ങൾ നേരത്തെ തന്നെ പങ്കുവച്ചിട്ടുണ്ട്. ഈ അവസാന യുദ്ധത്തിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് സാധാരണക്കാരായ ആളുകൾ പോലും പുറപ്പെട്ടു പോകുമെന്നുള്ള കാര്യം നാം മനസ്സിലാക്കുക. എന്നാൽ അത് എങ്ങനെ സംഭവിക്കും? അന്യഗ്രഹജീവികളുടെ ആക്രമണം മൂലം വൈദ്യുതി, ഇന്റർനെറ്റ് തുടങ്ങിയവയുടെ പ്രവർത്തനം നിലച്ചുവെന്നും അവർക്കെതിരെ ലോകരാജ്യങ്ങളെല്ലാം ഒന്നിച്ച് യുദ്ധം ചെയ്യണം എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരു ഏലിയൻ ഇൻവേഷൻ നടക്കുന്നുവെന്ന് പറഞ്ഞ് ജനജീവിതം സ്തംഭിപ്പിച്ച് സാധാരണ ആളുകളെ പോലും നിർബന്ധിപ്പിച്ച് യുദ്ധത്തിന് കൊണ്ടുപോകുവാൻ വളരെയേറെ സാധ്യതയുണ്ട്. 5 വർഷം മുന്നേ ഇല്ലാത്ത ഒരു കാര്യത്തെ പ്രതി ഇവർ കാട്ടിക്കൂട്ടിയ പൊല്ലാപ്പുകൾ അല്ലെങ്കിൽ കുറെ നുണകൾ നാം കണ്ടതാണ്. കോവിഡ് വാക്സിനേഷൻ മനുഷ്യ ശരീരത്തിലെ 13ഓളം രോഗാവസ്ഥകളെ നേരിയ തോതിൽ വഷളാക്കുന്നുവെന്ന് കണ്ടെത്തൽ. ലോകാരോഗ്യ സംഘടനയുടെ ഗവേഷണ വിഭാഗമായ ഗ്ലോബൽ വാക്സിൻ ഡേറ്റ നെറ്റ്വർക്കിലെ ഗവേഷകർ നടത്തിയ പഠനത്തിലാണ് വാക്സിനേഷൻ മനുഷ്യ ശരീരത്തിലെ മസ്തിഷ്കം, ഹൃദയം, രക്തം എന്നിവയുമായി ബന്ധപ്പെട്ട് അപൂർവം ചിലരിൽ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായി കണ്ടെത്തിയത്. വാക്സിൻ നിർമ്മാതാക്കളായ ഫൈസർ, മൊഡേണ, ആസ്ട്രാസെനക്ക തുടങ്ങിയ കമ്പനികളുടെ വാക്സിനുകൾ സ്വീകരിച്ച 90 ദശലക്ഷം ആളുകളിൽ നടത്തിയ പഠന റിപ്പോർട്ട് വാക്സിൻ എന്ന ജേണലിലാണ് പ്രസിദ്ധീകരിച്ചത്. അർജന്റീന, ഫിൻലാൻഡ്, കാനഡ, ഡെൻമാർക്ക്, ഓസ്ട്രേലിയ, ഫ്രാൻസ്, ന്യൂസിലാൻഡ്, സ്കോട്ട്ലൻഡ് എന്നീ 8 രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളെയാണ് പഠനത്തിനായി പരിഗണിച്ചത്. റിപ്പോർട്ട് അനുസരിച്ച് വാക്സിനേഷൻ മനുഷ്യന്റെ ഹൃദയവും രക്തവുമായി ബന്ധപ്പെട്ട ചില രോഗങ്ങളിൽ നേരിയ വർധനവുണ്ടാക്കിയതായി കണ്ടെത്തി. ഫൈസർ ബയോഎൻടെക്കിന്റെയും മൊഡേണയുടെയും mRNA വാക്സിനുകളുടെ 1, 2, 3 ഡോസുകൾ സ്വീകരിച്ചവരിൽ ഹൃദയത്തിന് വീക്കമുണ്ടാകുന്ന അവസ്ഥ കണ്ടെത്തിയതായി റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. മൊഡേണയുടെ 2ാമത്തെ ഡോസ് സ്വീകരിച്ചതിന് ശേഷമാണ് ഈ അവസ്ഥ പലരിലും ഉണ്ടായിരിക്കുന്നതെന്നും പഠന റിപ്പോർട്ടിൽ പറയുന്നു. ആസ്ട്രാസെനക്കയുടെ 3ാമത്തെ ഡോസ് സ്വീകരിച്ചവരിൽ ഹൃദ്രോഗമായ പെരികാർഡിറ്റിസിന്റെ സാധ്യത 6.9 മടങ്ങ് വർദ്ധിച്ചതായി കണ്ടെത്തി. മൊഡേണയുടെ ആദ്യത്തെയും 4ാമത്തെയും ഡോസ് സ്വീകരിച്ചവരിൽ യഥാക്രമം 1.7 മടങ്ങും 2.6 മടങ്ങുമായി രോഗസാധ്യത വർദ്ധിച്ചു. കൂടാതെ ആസ്ട്രാസെനക്കയുടെ ഡോസുകൾ സ്വീകരിച്ചവരിൽ ഗില്ലൻ ബാരെ സിൻഡ്രോം ഉണ്ടാകാനുള്ള സാധ്യതയും ഒപ്പം രക്തം കട്ടപിടിക്കാനുള്ള സാധ്യതയും 3.2 മടങ്ങ് വർദ്ധിച്ചതായും കണ്ടെത്തി. മൊഡേണയുടെ വാക്സിൻ സ്വീകരിച്ചവരിൽ അക്യൂട്ട് ഡിസമിനേറ്റഡ് എൻസെഫലോമൈലിറ്റിസിനുള്ള സാധ്യത 3.8 മടങ്ങും ആസ്ട്രാസെനക്കയുടെ വാക്സിൻ സ്വീകരിച്ചവരിൽ ഇത് 2.2 മടങ്ങ് വർദ്ധിച്ചതായും കണ്ടെത്തി. പ്രസിദ്ധീകരിക്കപ്പെട്ട മറ്റു പഠന റിപ്പോർട്ടുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യയിൽ ശ്വാസകോശ രോഗങ്ങൾക്കുള്ള സാധ്യത കൂടുതലാണെന്നും പഠന റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി. വൈദ്യുതി, ഇന്റർനെറ്റ് എന്നിവ നിലച്ചാൽ എല്ലാവരുടെയും ജീവിതം അവതാളത്തിലാവും. കാരണം ഇതില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. ഇങ്ങനെ സംഭവിക്കുമ്പോൾ മറ്റുള്ളവരിലേക്ക് സത്യം എത്തിക്കുവാനും മറ്റു മാർഗങ്ങളില്ല. ആയതിനാൽ നാം ഇക്കാര്യങ്ങൾ കരുതലോടെ ശ്രദ്ധിക്കുക. യുദ്ധത്തിന് പോകുന്നവർ വിശുദ്ധരുടെ പട്ടണങ്ങൾ വളയുമ്പോൾ ലോകമെമ്പാടും ഒരു ഭൂചലനം സംഭവിക്കുകയും അടയാളമായി ഭൂമിയിലെ എല്ലാ മതിലുകളും തകർന്നു വീഴുകയും ചെയ്യും. യുദ്ധത്തിന് പോവാതെ ശേഷിക്കുന്ന ആളുകൾക്ക് അന്ത്യവിധിക്കു മുന്നേ അനുദപിക്കുവാനുള്ള അവസാന അവസരമാണിത്. എന്നാൽ അതിനായി കാത്തിരിക്കാതെ നേരത്തെ തന്നെ കർത്താവിന്റെ വരവിന് ഒരുങ്ങുക. നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുവിന്. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെപ്പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിന്. ലോകമെങ്ങുമുള്ള നിങ്ങളുടെ സഹോദരരിൽ നിന്ന് ഇതേ സഹനം തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നുവെന്ന് അറിയുകയും ചെയ്യുവിന്. തന്റെ നിത്യമഹത്വത്തിലേക്കു ക്രിസ്തുവിലെ നിങ്ങളെ വിളിച്ചിരിക്കുന്ന അനുഗ്രഹദാതാവായ ദൈവം നിങ്ങളെ അല്പകാലത്തെ സഹനത്തിനു ശേഷം പൂർണ്ണരാക്കുകയും സ്ഥിരീകരിക്കുകയും ശക്തരാക്കുകയും ചെയ്യും. വെളിപ്പാട് 20 പറഞ്ഞിട്ടുള്ള സാത്താന്റെ ഈ അല്പകാലം അവസാനിക്കുന്നത് 7000 വർഷങ്ങൾ പൂർത്തിയാവുമ്പോഴാണ്. അതിനുശേഷം ന്യായവിധി സംഭവിക്കുന്നു. പിന്നീട് പുതിയ ഭൂമിയും നിത്യതയും പ്രാപ്തമാകും. എസെക്കിയേലിന്റെ പുസ്തകം 38-ാം അധ്യായത്തിൽ അവസാനം നടക്കുന്ന യുദ്ധത്തിന്റെ വിശദീകരണം ലഭ്യമാണ്. അത് വായിക്കുക. കാലവിളംബത്തെക്കുറിച്ച് ചിലര് വിചാരിക്കുന്നതുപോലെ കർത്താവ് തന്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ താമസം വരുത്തുന്നില്ല. ആരും നശിച്ചുപോകാതെ എല്ലാവരും അനുതപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നുവെന്നേയുള്ളൂ. കർത്താവിന്റെ ദിനം കള്ളനെപ്പോലെ വരും.
അപ്പോൾ ആകാശം വലിയ ശബ്ദത്തോടെ അപ്രത്യക്ഷമാകും. മൂലപദാർത്ഥങ്ങൾ എരിഞ്ഞ് ചാമ്പലാകും. ഭൂമിയും അതിലുള്ള സമസ്തവും കത്തിനശിക്കും. ഇവയെല്ലാം നശ്വരമാകയാല് വിശുദ്ധിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിക്കുന്നതില് നിങ്ങൾ എത്ര ശുഷ്കാന്തിയുള്ളവരായിരിക്കണം. ആകാശം തീയില് വെന്തു നശിക്കുകയും മൂലപദാർത്ഥങ്ങള് വെന്തുരുകുകയും ചെയ്യുന്ന ദൈവത്തിന്റെ ആഗമനദിനത്തെ പ്രതീക്ഷിക്കുകയും ത്വരിതപ്പെടുത്തുകയും ചെയ്യുവിന്. നീതി നിവസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും അവിടുത്തെ വാഗ്ദാന പ്രകാരം നാം കാത്തിരിക്കുന്നു. ആകയാല് പ്രിയപ്പെട്ടവരെ, ഇവ പ്രതീക്ഷിച്ചുകൊണ്ട് കളങ്കവും കറയുമില്ലാതെ സമാധാനത്തില് കഴിയുന്നവരായി നിങ്ങൾ അവനു കാണപ്പെടാനു വേണ്ടി ഉത്സാഹിക്കുവിന്. നമ്മുടെ കർത്താവിന്റെ ദീർഘക്ഷമ രക്ഷാകരമാണെന്നു കരുതിക്കൊള്ളുവിന്. ആകയാല് പ്രിയപ്പെട്ടവരെ, ഇക്കാര്യം മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് ദുഷ്ടരുടെ തെറ്റിനെ അനുകരിച്ച് നിങ്ങൾ ധൈര്യം നഷ്ടപ്പെടുത്താതിരിക്കാന് ശ്രദ്ധിക്കുവിന്. നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിന്റെ കൃപയിലും അവനെക്കുറിച്ചുള്ള അറിവിലും നിങ്ങൾ വളരുവിന്. അവൻ ഇപ്പോഴും എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേന്. And that is it. What do you think? Let me know down here in the comment section. And if you enjoyed this video, leave a little like to indicate that you liked it very much. If you are not subscribed to this channel yet, remember that you probably should. As always, thank you guys for watching and I hope to see you all soon.